നമസ്കാരം. നമ്മളുടെ കുട്ടികൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് വായന. ഇത് തലച്ചോറിനെ സജീവവും സർഗാത്മകവും ഭാവനാത്മകവും ആക്കുന്ന ഒന്നാണ്. ഇന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലാണ് ജീവിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയായി മാറ്റം വരുന്നതിനോടൊപ്പം വായനാശീലവും കുട്ടികളിൽ നിന്നും അകന്നു പോകുന്നു. ഇന്ന് ഒഴിവ് സമയങ്ങളിൽ പോലും ഇലക്ട്രോണിക് ഗെയിമുകളിലും മറ്റുമാണ് കുട്ടികൾ ചെലവഴിക്കുന്നത്. അനുകരണം എന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. മാതാപിതാക്കൾ ചെയ്യുന്നത് പോലെ ചെയ്യുക, പറയുന്നത് പോലെ പറയുക എന്നൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ അനുകരണശീലം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, ദിനപത്രങ്ങൾ വായിക്കുക എന്നൊക്കെ നല്ല ശീലങ്ങളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടികൾ പഠിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില രക്ഷിതാക്കൾ കുട്ടികൾക്കാണെങ്കിൽ പുകവലിക്കാനും മദ്യപിക്കാനും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കുട്ടികളിൽ ദുശ്ശീലമാണ് ഉണ്ടാക്കുക. അപ്പോൾ വായനാശീലം കുട്ടികളിൽ വളർത്തണമെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഉറങ്ങേണ്ട സമയം, ഭക്ഷണം കഴിക്കേണ്ട സമയം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം എന്ന് നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയം നീക്കി വയ്ക്കുക. നമ്മൾ കുടുംബത്തിലെല്ലാവരും കൂടിയിരുന്ന് കുറച്ച് സമയമെങ്കിലും പുസ്തകങ്ങളോ ഒക്കെ വായിക്കാൻ വേണ്ടി നമ്മൾ നീക്കി വയ്ക്കുക. അപ്പോൾ കുട്ടികൾക്കും അതിനോട് താല്പര്യം ഉണ്ടാകും. പിന്നെ അടുത്തുള്ള ലൈബ്രറികളൊക്കെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോവുക. അവിടെ അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ അവരെ സ്വതന്ത്രരാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ സാധിക്കും. ഡിജിറ്റൽ സാങ്കേതികവിദ്യയെക്കുറിച്ചും ഇൻ്റർനെറ്റൊക്കെ കുറിച്ചൊക്കെ കുട്ടികളിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. പക്ഷേ അതിലുമൊപ്പം വായനാശീലവും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നു. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയവുമായി പിന്നീട് കാണാം. നമസ്തേ.